ഹലോ, ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ കേൾക്കാം. എവിടെ വരെ കേട്ടത്? ക്യൂ ട്രാൻസ്പോസ് എഴുതിയത് വരെ ഉള്ളൂ. ഓക്കെ, ക്യൂ ട്രാൻസ്പോസ് എഴുതിയത്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ്, എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, ഒരു m/n മെട്രിക്സ് തന്നു. ആർ എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ക്യൂ ട്രാൻസ്പോസ് ആർ എന്ന് പറഞ്ഞ ക്യൂ ട്രാൻസ്പോസ് ഇൻറ്റു എ. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിനകത്ത് ക്യൂ നമ്മൾ കണ്ടുപിടിച്ചു, അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക, ഒന്ന് റോയും കോളം ഇന്റർചേഞ്ച് ചെയ്യുക, എന്നിട്ട് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ഈ താഴെ എഴുതിയത് 0 2 2 0 0 3/2 √3/2 0 1 1/√3 √2/√3. വേറെ ആണോ? ഇത് ജസ്റ്റ് ഒന്ന് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനേ ഉള്ളൂ. നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ ഗ്രാഫ് വിത്ത് ഓർത്തോഗണൈസേഷൻ പ്രോസസ് വെച്ച് കണ്ടുപിടിച്ചു. ആർ എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ക്യൂവിന്റെ ട്രാൻസ്പോസിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആർ എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടും. ഓക്കെ, ആർ എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എ ഒരു m/n മെട്രിക്സ് ആണ്. എയുടെ റാങ്ക് n ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആർ എന്ന് പറഞ്ഞ മെട്രിക്സ് ക്യൂ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറഞ്ഞ ക്യൂ ട്രാൻസ്പോസ് ഇൻറ്റു എ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആർ എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കാം. ആർ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത നമുക്ക് എന്താ കിട്ടിയത്? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലേ കിട്ടിയത്. ഡയഗണൽ എലമെന്റിന്റെ താഴെയുള്ള എലമെന്റ് ഒക്കെ സീറോയും മുകളിലോട്ട് എന്ത് വേണേ ആവട്ടെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടി. ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ ആർ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും, നോൺ സിംഗുലർ ആയിരിക്കും. നോൺ സിംഗുലർ എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ആർ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു അപ്പർ ട്രയാങ്കുലർ ആയിരിക്കും, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, അതായത് നോൺ സിംഗുലർ ആയിരിക്കും. തന്ന മെട്രിക്സിന്റെ റാങ്ക് n ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ക്യു ആർ ഡികമ്പോസിന്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ചോദിക്കുന്നതാണ്. നമ്മൾ ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ ചെയ്തില്ലേ? ഒരു മെട്രിക്സ് വന്നിട്ട് അതിന്റെ ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ ചെയ്യില്ലേ? നമ്മൾ സിംഗുലർ വാല്യൂ ഡികമ്പോസിഷൻ വെച്ചിട്ട് അതിന്റെ എ പ്ലസ്, അതായത് മോർ ഓഫ് n പ്ലസ് ഇൻവേഴ്സ് എല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യു ആർ ഡികമ്പോസിഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പർട്ടിക്കുലർ ആയിട്ട് ക്യു ആർ ഡികമ്പോസിഷൻ വെച്ച് ആണ് ചോദിക്കുന്നതെങ്കിലും നമുക്ക് ഈ മെത്തേഡ് വെച്ച് തന്നെ ചെയ്യണം. അതല്ല ജസ്റ്റ് അതിന്റെ ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഏത് മെത്തേഡ് വെച്ചും ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ എ എക്സ് ഈക്വൽ ടു ബി. ഓക്കെ, നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അപ്പൊ എക്സിന്റെ വാല്യൂ ഏറ്റവും ചെറുതായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ക്യു ആർ ഡികമ്പോസിഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താക്കണം? ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കണം, ആർ എന്ന് പറഞ്ഞ മെട്രിക്സും കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ കാണാൻ എങ്ങനെയാ? ആർ ഇൻറ്റു എക്സ് ഈക്വൽ ടു ക്യൂ ട്രാൻസ്പോസ് ഇൻറ്റു ബി. നമ്മൾ ക്യൂവിന്റെ ട്രാൻസ്പോസിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എന്തറിയാം? ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് എ തൽക്കാലം ഒരു m/n മെട്രിക്സ് എടുക്കാം. അപ്പൊ ക്യൂ കിട്ടുന്നത് ഒരു m/n മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്യൂ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ? ഒരു n/m മെട്രിക്സ്. ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു m/1 മെട്രിക്സ് ആയിരിക്കും. ഓൾറെഡി അങ്ങനെയായിരിക്കും. കാരണം എന്താ? എ ഒരു m/n ആണ്, എക്സ് എന്താണ്? n/1 ആണ്, എക്സ് n/1 ആണ്. ബി എന്തായേ പറ്റൂ? m/1 ആയേ പറ്റും. അങ്ങനെ തരുന്നത്. ഓക്കെ, അപ്പൊ ക്യൂ ട്രാൻസ്പോസിന്റെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടും. ആ ക്യൂ ട്രാൻസ്പോസിന്റെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ഏത് ഫോമിലായിരിക്കും ഉണ്ടാവുക?
n/1 ഫോമിൽ n റോയും 1 കോളവും. അപ്പം R ഒരു എന്താണ് നമുക്കറിയാം, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെന്ന് അറിയാം. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് സൊല്യൂഷൻ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ സൊല്യൂഷൻ ഇല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയതൊക്കെയായിരുന്നു. R എന്ന മെട്രിക്സ് ഏതായിരുന്നു? 2 0 0. രണ്ടാമത് കിട്ടിയത് 3/2 അല്ലേ? 3/2 yes sir, √3/2 0 √3/2 0 1 1/√3 √2/√3. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എക്സ് ആ കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്താ? x1 x2 x3. ഓക്കെ, ഇത് നമ്മൾ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നു തരിക. ക്യൂ ട്രാൻസ്പോസ് നമുക്ക് അറിയാം, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിരിക്കുക. അപ്പം ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ നമ്മൾ ഈ കോളത്തിനകത്ത് നമ്മൾ ബി ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് തൽക്കാലം ബി എന്തെങ്കിലും കിട്ടി. നമുക്ക് ഇവിടെ ഒരു എ ബി സി ഡി വാല്യൂ കിട്ടിയിരിക്കുക. നമുക്ക് ഇതിന് കറസ്പോണ്ട് ചെയ്ത പ്ലോട്ട് ഞാൻ തരാം, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ മെട്രിക്സ് കിട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു m/1 മെട്രിക്സ് കിട്ടുക. ഒരു എ ബി സി എന്ന വാല്യൂ കിട്ടിയെന്നിരിക്കുക. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? x1ന്റെ x2ന്റെ x3ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെയാണ് ഇതൊന്ന് മൾട്ടിപ്ലൈ എന്താ കിട്ടുക? 2x1 plus 3/2 x2 plus x2 x3 equal to a. a. തൽക്കാലം ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തെങ്കിലും എടുത്തു ആയിരിക്കും. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മളിപ്പോൾ എടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു മെട്രിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് തൽക്കാലം ഞങ്ങൾ 3 വാല്യൂ എടുത്തു, എ ബി സി. അത് ചെയ്ത് കിട്ടുന്ന വാല്യൂ 3 ABC ആയി എടുത്തു. രണ്ടാമത്തെ ഇക്വേഷൻ ചെയ്ത് എന്ത് കിട്ടും? √3/2 x2 plus 1/√3 x3 equal to b. അടുത്ത എന്താ കിട്ടുക? √2/√3 x3 equal to c കിട്ടും അല്ലേ? കറക്റ്റല്ലേ? yes sir, ഇവിടെ നമുക്ക് x3യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? yes sir, x3യുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? √3 ഇങ്ങോട്ട് by കൊണ്ടുപോയാൽ മതി. √3/√2 into c. ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ വാല്യൂ x1 x2ന്റെ വാല്യൂ വേഗം കണ്ടുപിടിക്കാം. ലാസ്റ്റ് ഇക്വേഷൻ വെച്ച് x3 കണ്ടുപിടിക്കാം. ആ കിട്ടുന്ന x3യുടെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷന് സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷന് ഇതിന് രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കുക. അപ്പൊ അവിടുന്ന് x2ന്റെ വാല്യൂ കിട്ടും, x1ന്റെ x2ന്റെ വാല്യൂ കിട്ടും. ആ രണ്ട് വാല്യൂ ഫസ്റ്റ് ഇക്വേഷന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x1ന്റെ വാല്യൂ കിട്ടും. x1, yes sir, ഓക്കെ, ആ മെത്തേഡിലാണ് ഇത് ചെയ്യുക. നമുക്കിവിടെ x3യുടെ വാല്യൂ കിട്ടി. ആ x3യുടെ കറസ്പോണ്ടിങ് വാല്യൂ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ഇവിടെ x3യുടെ വാല്യൂ കിട്ടിയ എന്തായി? ഇതൊരു സ്കാലാറായി, ഇപ്പോൾ ഒരു സ്കാലാറായി. അപ്പൊ ഇതിനകത്ത് ഇത് മൈനസ് ചെയ്യുക. ഇതിന്റെ എന്തൊക്കെ 2/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ x2ന്റെ വാല്യൂ കിട്ടും. അപ്പൊ x2ന്റെ x3ന്റെയും കിട്ടി. ആ രണ്ട് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് വെച്ചിട്ട് നമുക്ക് x1ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പൊ ax equal to b യുടെ ലീസ്റ്റ് സ്ക്വയറിന്റെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്താക്കുക? q എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കുക, r എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കുക. പിന്നെന്താ? rx equal to q ട്രാൻസ്പോസ് into b. ഇത് സോൾവ് ചെയ്യുക. ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ ആണല്ലോ? yes sir, ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. QR ഡീകമ്പോസിഷൻ വെച്ചിട്ട് ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ കാണുന്ന ഒരു കോളം തരാം. നമുക്ക് അതിനകത്ത് എല്ലാം ഉൾപ്പെടുമല്ലോ. എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതുന്നത് 1 1 2 -1 -2 4. ഓക്കെ,
ബി ആയിട്ട് തരുന്നത് 1 1 1. ക്വസ്റ്റ്യൻ കണ്ടോ? 1 1 -1 ആണോ? ഒരു മിനിറ്റ്, ഞാൻ ക്വസ്റ്റ്യൻ നോക്കട്ടെ. അല്ല, 1 1 1 തന്നെ. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ E15 കാണാം. ഓക്കെ സർ. ഓക്കെ, ഇതിന്റെ QR ഡീകമ്പോസിഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു നോക്കാം. ആദ്യം എക്ക് കറസ്പോണ്ട് ചെയ്യാൻ ക്യൂ എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കാം. ഇതിന്റെ റാങ്ക് 2 ആയതുകൊണ്ട് നമുക്ക് R എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് സാധാരണ M × മെട്രിക്സ് എന്ന N റാങ്കുള്ള മെട്രിക്സ് അതിൻ്റെ അകത്ത് നിങ്ങൾ ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താക്കുക, Q എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കുക, R എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താക്കുക, RX = Q ട്രാൻസ്പോസ് × B എന്നുള്ളത് സോൾവ് ചെയ്യുക. അവിടെ നിന്ന് എന്താക്കുക, എക്സിന്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ആരൊക്കെ ഡൗട്ട് ഉണ്ടോ ഈ QR ഡീകമ്പോസിഷൻ്റെ അതിൻ്റെ അടുത്തതിൽ? ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ? ആ സാർ, ഇല്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്കട്ടോ. ഇന്ന് തന്നെ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ സർ. ക്ലാസ് വൈൻഡ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, എക്സാം നല്ലപോലെ പഠിച്ചു തുടങ്ങിക്കോളൂ.